അപ്പോൾ ഹൈ ഗൈസ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോവാ. നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് കറങ്ങാൻ പോവാണ്. കാരണം വളരെ നാളായിട്ട് തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ് കാണണമെന്ന് ഒരു ആഗ്രഹം. എക്സൈറ്റഡ് ആണോ കാഴ്ച ബംഗ്ലാവ് കാണാൻ? എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് കാഴ്ച ബംഗ്ലാവ് കാണാൻ. ഞാനും അത്യാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ട്. അത്യാവശ്യം പോയിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ കുഞ്ഞുനാളിലാണ് അതിൻ്റെ അച്ഛൻ്റെ കൂടെ ഞങ്ങളുടെ സഹോദരങ്ങളും അമ്മയും എല്ലാം കൂടെ പോയി അന്നാണ് കണ്ടത്. കുറേ നടന്നു. അപ്പം ഞങ്ങൾ ഇന്ന് അങ്ങനെ 3 പേരുടെ പോകാൻ പോകണം. അക്കു ചെന്നൈയിലാണ്. അക്കു നമ്മളോട് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ട്രെയിൻ ഇനി ഒരു അരമണിക്കൂർ വരുമായിരിക്കും അല്ലേ? അതെ, നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പം വേറെ പറയാനുള്ളേ? വേറെ ഒന്നുമില്ല, അൽഹംദുലില്ലാ ഞങ്ങൾ യാത്രയിലാണ്. അപ്പം നമ്മുടെ യാത്രയും കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു. നമ്മളിവിടെ ഇങ്ങനെ ട്രെയിൻ നോക്കിയിരിക്കുവാണ്. അപ്പം നമ്മൾ അത്യാവശ്യം നൈസായിട്ട് സ്വാമിമാരെ പരിചയപ്പെടാൻ പോയിട്ടുണ്ടല്ലേ? സ്വാമിമാരെ പരിചയപ്പെടാൻ പോയി. അവർക്ക് ഹിന്ദി നെഹിമാലും പറയുന്നുണ്ട്. സ്വാമിമാരുടെ അടുത്ത് തന്നെ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അച്ഛരാ പരിചയപ്പെട്ടോ? തെലുങ്കോ? ലോക എഫക്റ്റ്. ഗൈസ്, നമുക്ക് പോകാൻ ട്രെയിൻ വന്നു. ഗൈസ്, നമ്മളങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി നേരെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ സൂയിലോട്ട് പോകും. അവിടുന്ന് പിന്നെ ലുലുമാളിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഓട്ടോയോ ഊബറോ ഒക്കെ പിടിച്ച് അടുത്ത യാത്രയിലുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പേ ഭക്ഷണം കഴിക്കണം. നല്ലൊരു ഹോട്ടലിലാണ് അടുത്ത ലക്ഷ്യം. ഫുഡ് കഴിക്കാൻ പോവാം. പൂരി മസാല ഒക്കെ ഇത് പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ കോഫി മസാല അല്ലേ? AKGയുടെ കാലത്തുള്ള പലയിടത്തും ഇപ്പം ഇല്ലാതെ. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഊബർ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ കാഴ്ച ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ്. ഈ മൊട്ടത്തലേനും ഭാര്യയും മക്കളും. ഒരാളേ ഉള്ളൂ, മറ്റവൻ ചെന്നൈയിലായിപ്പോയി. നമുക്കിനി പോയി ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം അല്ലേ? എന്നിട്ട് എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്നും കണ്ടിട്ട് വരാം. വീട്ടിൽ കാണാത്ത മൃഗങ്ങളെ സൂയിൽ കാണാം. കണ്ടിട്ട് വരാം ഗൈസ്. പക്ഷെ നീ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന സാധനം അതുകൊണ്ട് കിടക്കും. കാട്ടുപോത്ത് തിരിച്ചറിഞ്ഞല്ലോ എന്താണ് കാട്ടുപോത്തെന്ന്. മനസ്സിലായോ? ലോഡാണ് സിംഹവാലൻ കുരങ്ങ്. കണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ കിടക്കത്തതേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും ചാടി വരുത്തില്ലേ? അത് പരിചയമുള്ള അത് പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കിടങ്ങ് പോലെ ഉണ്ടാക്കിക്കുന്നതിന് വേണ്ടി അത് വരാതിരിക്കാൻ വേണ്ടി ചാടിയെ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ. കാട്ടുപോത്തിൻ്റെ ഉശിരൊന്നുമില്ല അല്ലേ പഴയ, കാരണം അതിൻ്റെ ശരിക്കുള്ള തീറ്റയൊന്നും കിട്ടാത്തതുകൊണ്ടായിരുന്നു. മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു അല്ലേ?
കുരങ്ങും കുഞ്ഞുങ്ങൾ വരാ. ഡെഡ് ബോഡിയൊക്കെ കഴിക്കുന്നത് ബോംബെയിലൊക്കെ ഇതുപോലെ സ്ഥലമാണ്. ഈ പാഴ്സി വർഗ്ഗക്കാർ ആക്കത്തില്ല, മനസ്സിലായി. മുതലക്കണ്ണീർ കണ്ടോ? മുതലക്കണ്ണീർ ഇതിനകത്ത് ഈ ചിഞ്ചുറാണി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, കണ്ടുപിടിക്കേതാന്ന്. ചിഞ്ചുറാണി എന്നൊരു പക്ഷി എവിടെ ഇത് മന്ത്രിയുടെ പേരാ, നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ പേരാണ്. എന്താ ഇങ്ങനെ ഇതൊന്നും അറിയത്തില്ലേ? കാണിച്ചോണ്ട് പോകുന്നു. അലയേ 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 അകലേ അകലേ അലയേ അലയേ വലയേ. നമ്മളങ്ങനെ ഓരോന്നൊക്കെ കണ്ട് കണ്ട് നടക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരുടെ പോയി പുതിയ കൂട്ടുകാരെ ഒപ്പിച്ച് ആരാ വെച്ചത്? നേരത്തെ സംസാരിച്ചിട്ട് പറഞ്ഞു മലപ്പുറത്തുള്ള ഏതോ ഫാമിലിനെ കമ്പനി. ഞാൻ കാണാൻ നോക്കിയപ്പോ ഇവരെ രണ്ടുപേരും കാണുന്നില്ല, പക്ഷെ അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. എവിടെ ചെന്നാലും അവിടെ ഒരു കൂട്ടുകാരെ ഉണ്ടാക്കി എടുക്കുമല്ലേ? എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് ഞാന് കാണ്ടാമൃഗത്തിനെ കാണുന്ന ആദ്യമായിട്ട്. ടി വി പോലും കണ്ടിട്ടില്ല കാണ്ടാമൃഗത്തിനെ. നന്ന മേരാ ന തേരാ തരാദര തീരത്തല്ലേ തരാന തമാശ ഹമേശ സന്തോഷമേ. ആരാ? ഞാൻ നമ്മളിങ്ങനെ കട്ടൻ ചായ കുടിക്കുകയാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞ് കട്ടൻ ചായ ഇട്ടുണ്ട്. അതെ, ഇവിടെ വന്നിട്ട് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം വീട്ടിൽ നിന്ന് കട്ടൻ ഇട്ടിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് പേടിച്ചു. ഓൾമോസ്റ്റ് കാഴ്ച ബംഗ്ലാവ് കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ടോ? കണ്ട് നമ്മൾ ഒത്തിരി കാഴ്ചകൾ കണ്ടു. കാഴ്ച ബംഗ്ലാവ് കാണണം, കാഴ്ച ബംഗ്ലാവ് കാണണം. കാഴ്ച ബംഗ്ലാവ് കണ്ട് ആഗ്രഹം കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ? കൊറേ നാൾക്ക് ശേഷമല്ലേ കാണുന്നത്? പണ്ടത്തൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് കണ്ട സുഖവും ഒന്നും അല്ലേന്ന് തോന്നി. ഇപ്പം അത് ക്ഷീണിച്ച് കാണോ, അതിന്റെ പൊസിഷൻ മാറിയതുകൊണ്ടാണെന്ന്. അന്ന് പക്ഷെ ഭയങ്കര സ്മെല്ലും ഇറച്ചി കഷ്ണമൊക്കെ സ്മെല്ലുണ്ട്, എനർജി ഇല്ല. വളരെ കുറവാണ് അന്നത്തെ പോലെ. ഇത്രയും നാള് കാണാതിരുന്നതിൽ ഭയങ്കര വിഷമം തോന്നി. ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, കണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കും. അല്ലാതെ നന്ന മേരാ ന തേരാ തരാദര തീര. അപ്പൊ നമ്മള് കാഴ്ച ബംഗ്ലാവൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇങ്ങനെ റൈസൊക്കെ കഴിച്ചു. ഇനി നേരെ ലുലുമാളിലോട്ട് പോകാൻ പോണ്. അതെ, നമുക്കപ്പോ ഇനി ലുലുമാളിൽ പോയിട്ട് കാണാം.
ഗൈസ് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. അല്ലേമ്മാ? എങ്ങനെയുണ്ട്? ഹൈദരാബാദ് ബിരിയാണി, കപ്പയും ഹൈദരാബാദ് ബിരിയാണി അല്ല, മലബാരി ബിരിയാണി. മലബാർ ബിരിയാണി, കപ്പയും ബീഫും, അവിയല്, ചോറ്, അവിയല്, ഉപ്പേരി. നമുക്കിനി കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, അടിപൊളിയായിരുന്നു അല്ലേ? എന്റെ തൊപ്പി കളഞ്ഞു പോയി, വേറെ തൊപ്പിയൊക്കെ മേടിച്ചു ഇപ്പൊ ജോക്കിയുടെ. അപ്പൊ നമുക്കിനി തിരിച്ചു പോവാം. അപ്പൊ ഗൈസ് നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ടയേർഡാണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. ഇഷ്ടപ്പെട്ടോ? കാഴ്ച ബംഗ്ലാവ് കണ്ട് അതെ, അവസാനം വെച്ച് കാഴ്ച ബംഗ്ലാവ് കണ്ടിരിക്കാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാഴ്ച ബംഗ്ലാവ് കാണുന്നത്. അപ്പൊ നമ്മൾ അതങ്ങ് സാധിച്ചു കൊടുത്തല്ലേ? അപ്പൊ എല്ലാരും ഹാപ്പിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അടുത്ത വീഡിയോ വീണ്ടും വീഡിയോകളുമായി ഞങ്ങൾ ഉണ്ടായിരിക്കും. അതെ, ഇനിയും വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ കിടക്കാൻ പോകണം. ഗുഡ് നൈറ്റ്, ബൈ ബൈ.